കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎമ്മിനും നേതാക്കൾക്കും തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കലൂർ PMLA കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്നുള്ളതാണ് കലൂർ കോടതിയുടെ വിധി. സിപിഎം നേതാക്കളായ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും സമൻസ് അയച്ചു കോടതി. അടുത്ത മാസം 4-ന് കോടതിയിൽ ഹാജരാകണം. പ്രതിപ്പട്ടികയിലെ 28 പേർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎമ്മിലെ നേതാക്കൾക്ക് തിരിച്ചടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് കലൂർ PMLA കോടതിയുടെ വിധി വന്നിരിക്കുന്നു. സിപിഎം നേതാക്കളായ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും സമൻസ് അയച്ചു കോടതി. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. പ്രതിപ്പട്ടികയിലെ 28 പേർക്കാണ് സമൻസ് അയച്ചത്. 3-4 വർഷമായി കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ എത്രയെത്ര അന്വേഷണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ സിപിഎമ്മിന്റെ ഒരു നേതാക്കൾക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു സിപിഎമ്മിന്റെ എല്ലാ കാലത്തെയും വലിയ രാഷ്ട്രീയ പ്രതിരോധം. പക്ഷേ ഇപ്പോൾ സിപിഎമ്മിന്റെ നേതാക്കൾക്ക് കോടതി സമൻസ് അയച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തേക്ക് വരുന്നത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിച്ചടി സിപിഎമ്മിന്റെ നേതാക്കൾക്കുണ്ടാകുന്നു എന്നതാണ് വിവരം. സായ് കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായ്, സിപിഎമ്മിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുന്നു കോടതിയിൽ നിന്ന് എന്നതാണ് പ്രധാനം. ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്? മാധു, CPIMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഏറെ കോളിളക്കമുണ്ടാക്കിയ, സംഘടനാപരമായി തൃശൂർ ജില്ലയിൽ തന്നെ CPIMന് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു കേസാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ്. ആ കേസിലാണ് ഇപ്പോൾ നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് കലൂർ PMLA കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. CPM നേതാക്കളായ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും, അതായത് CPIMന്റെ സംസ്ഥാനത്തെ തന്നെ തലമുതിർന്ന നേതാവാണ്, നിലവിലെ MP ആണ് കെ രാധാകൃഷ്ണൻ. AC മൊയ്തീൻ സംസ്ഥാനത്തെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാവ്, മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും ഈ കേസിൽ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപ്പട്ടികയിലെ 28 പേർക്കാണ് ഈ കേസിൽ സമൻസ് അയച്ചിരിക്കുന്നത്. നേരത്തെ ED അടക്കം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 68-ാം പ്രതിയാണ് ഈ കേസിൽ കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ 70-ാം പ്രതിയായും ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ നിലവിൽ 83-ലധികം പ്രതികൾ ഈ കേസിലുണ്ട്.